ജനറൽ സെക്രട്ടറി. അപ്പൊ ഞാനിപ്പോ തിരുവള്ളൂരിൽ ഇന്നലെ പോലീസ് ഹറാസ്മെന്റ് നടന്ന വീട്ടിലാണുള്ളത്, സിദ്ദീഖിന്റെ വീട്ടില്. ഇതിലെന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഒരു ലേഡി പ്രസവിച്ച് കിടക്കുകയാണ്. പ്രസവിച്ച ആ സമയത്തുള്ള ഫ്രസ്ട്രേഷനും ഡിപ്രഷനൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ പോലീസിന് അതറിയില്ല എന്ന് പറഞ്ഞ പ്രയാസമാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ ഇങ്ങനെ പോയാലും നമ്മൾ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പോലീസ് നിയമത്തിന്റെ വഴി പോകുന്നോണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊക്കെ ക്ലിയർ ചെയ്തതാണ്. പ്രതിയെ അന്വേഷിക്കുന്നത് ഒരു ഗർഭിണി കിടക്കുന്ന അലമാരിയിലല്ലോ. പ്രസവിച്ച് കിടക്കുന്ന റൂമിൽ അലമാരിയിൽ പ്രതി ഒളിച്ചിക്കൂലല്ലോ. അതിന്റെ അലമാരിന്റെ ഉള്ളിൽ പരിശോധിച്ച വീഡിയോ ഉണ്ട്. മാത്രല്ല പോലീസിന്റെ നാക്ക് വളരെ മോശമാണ്. ഇന്നലെ നമ്മുടെ യൂത്ത് ലീഡേഴ്സ് ഈ രീതിയിൽ പ്രതികരിക്കാനുണ്ടായ കാരണം അത്ര മോശമായ സംസാരം നിങ്ങളുടെ സബോർഡിനേറ്റിൽ നിന്ന് വന്നുകൊണ്ടാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ഗൗരവമായിട്ട് വിഷയത്തെ കാണേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ നന്നായിട്ട് നിങ്ങളത് ലീഡർഷിപ്പ് എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോവുക ചെയ്യും. ഈ പ്രതികളെ പിടിക്കുന്നോണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അല്ല ആയിക്കോട്ടെ, അതല്ല വിഷയം. ചെയ്തതിലുള്ള കാര്യത്തിൽ അല്ല ഞങ്ങൾക്ക് പറയാനുള്ള എന്താ പ്ലീസ്. ഓക്കെ, പറയൂ. ഓക്കെ, ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഇവിടെ വന്ന പോലീസുകാരുണ്ടല്ലോ. ഓക്കെ, അത് ഞങ്ങൾ ആലോചിക്കും. അതല്ല വിഷയം. അതൊക്കെ ഓക്കെ, അതല്ല വിഷയം. ഇന്നലെ ഇവിടെ വന്ന പോലീസുകാർ അല്ല, നിങ്ങൾ ഒരു ഭാഗത്ത് ഇത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വൺ സൈഡ് ആണ്. പോലീസ് വൺ സൈഡഡ് ആണ്. അതാണ് ഇതിൽ ഇഷ്യൂ. അതല്ല ഞങ്ങൾ പറയുന്ന. നിങ്ങൾ ഇതുമാതിരിയുള്ള ഭീകരത അതില്ല നിങ്ങൾ പറയുന്നതാണ്. പക്ഷെ നിങ്ങളെ പ്രവൃത്തിയിൽ അതുണ്ട്. നിങ്ങൾ CPM-ന്റെ ആളുകളെ ഈ ഭീകരത സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ. ഇന്നലെ ഈ വീട്ടിൽ വന്ന പോലീസുകാർക്കെതിരെ നിങ്ങൾ ആസ് എ DYSP യു ഹാവ് ടു ഡു പണിഷ്മെന്റ് മെഷേഴ്സ്. അത് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ, അത് വേണ്ട. അതിന് ഞങ്ങൾ തെളിവ് സമർപ്പിക്കാം. അതെ, ആ ധാരണയിൽ നമുക്ക് എത്താം. അത് നമുക്ക് എല്ലാവർക്കും കൂടി എത്താം. അതൊക്കെ ഞങ്ങൾ ആലോചിക്കാം. അത് നിയമത്തിന്റെ വഴിയിൽ നന്മയിൽ ഞങ്ങൾ ആലോചിക്കാം. അതല്ലാതെ ഈ ഹറാസ്മെന്റ് തുടരാനാണ് പോവെങ്കിൽ. മാത്രമല്ല, ഈ വീട്ടുകാരൻ ഈ സംഘർഷത്തിലൊന്നുമില്ല. ചെറിയ 6 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ല, സിദ്ദീഖിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ വീട്ടില് പ്രഷർ രോഗിയാണ് ഇവിടുത്തെ ഒരാള് പ്രസവിച്ച് കിടക്കുന്ന ഒരാളാണ്. ഈ 5.5 പവൻ സ്വർണം യൂസുഫിന്റെ കയ്യിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. പ്രതി ആരാണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. ആ പ്രതിയുടെ വീട്ടിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഫോണും പോയിട്ടുണ്ട്. അല്ല, അത് നിങ്ങൾ ആ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ നമ്മളെ വഴി നോക്കേണ്ടി വരും. അത്രേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ആ രീതിയിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ഇത്ര പ്രശ്നമുള്ളൂ. പോലീസുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പോലീസ് വൺ സൈഡഡ് ആകരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. അല്ല, തെറ്റിദ്ധാരണ ആണെങ്കിൽ വേറൊരു ഇങ്ങനെ ഒരു സംഭവം എവിടെയും കേൾക്കുന്നില്ലതോ. ഒരു CPM-കാരന്റെ വീട്ടിൽ പോയി നിങ്ങൾ തെരഞ്ഞെടുത്ത് ഇങ്ങനെ വാതിലിന് മുട്ടുകയും ചവിട്ടി പൊളിക്കുകയും എന്നിട്ട് അകത്ത് കയറി പ്രതിനെ അലമാരിയിൽ തെരയുകയും ചെയ്യുന്ന എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അലമാരിയിൽ തെരയുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വളരെ മോശമായിട്ടാണ് നിങ്ങളെ സബോർഡിനേറ്റ് പെരുമാറിയത്. എന്താ അടിപ്പാവാട വരെ പൊക്കും പരിശോധി. ഓക്കെ, പരാതി ഏതായാലും നമ്മൾ തരാം. ഓക്കെ, പരാതി നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങള് എല്ലായിടത്തും പരാതി കൊടുക്കാൻ പോവാം. ഇങ്ങനെ ഹറാസ് ചെയ്യരുതല്ലോ. ഒരു ചെറിയ സംഭവങ്ങൾക്ക് അതിനെ പർവ്വതീകരിച്ച് ഈ രീതിയിലാണ് പെരുമാറുന്നെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് നോക്കിക്കോളാം. ഓക്കെ, നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ.